വീക്ക് എവിക്ഷനിൽ ഔട്ട് ആവാൻ പോകുന്നത് ആദിലയും നെവിനും ആണോ? എന്തായാലും രണ്ടുപേര് ഔട്ടാവും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഡിസർവിങ് എന്ന് പറയാനും പറ്റത്തില്ല, അൺഡിസർവിങ് എന്ന് പറയാനോ അൺഫെയർ എന്ന് പറയാനോ ഒന്നും പറ്റില്ല. കാരണം എന്തായാലും രണ്ടുപേര് ഔട്ടാവും. ഏഷ്യാനെറ്റിന്റെ പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാവുന്നുണ്ട്. ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്യാൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേര് ഔട്ടാവും മക്കളെ. ഒരാളെ മിഡ് വീക്കിലും ഒരാളെ ലാലേട്ടനും വന്ന് കൈപിടിച്ചോണ്ട് പോവോ, അതോ രണ്ടുപേരെ മിഡ് വീക്കിൽ തന്നെ അടിച്ചിറക്കുമോ, അതോ ഈ പറയുന്ന വീട്ടുകാരുടെ കൂട്ടത്തിൽ രണ്ടുപേരെ പറഞ്ഞു വിടുമോ? ലൈവിനകത്ത് രാവിലെ കണ്ടന്റ് ഒന്നും തന്നെ ഇല്ല. ശൈത്യയ്ക്ക് അനുമോളടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷയമുണ്ട്. ഷാരികയ്ക്ക് ഈ പറയുന്നത് പോലെ ഒരു കലിപ്പുണ്ട്. ആരടുത്ത്? ആദിലടുത്ത്. എന്തിന്റെ ഭാഗമായിട്ടുണ്ടായ കലിപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുവരെയും അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ, മിഡ് വീക്ക് എവിക്ഷന്റെ അപ്ഡേറ്റുകൾ. ഇന്നിപ്പോൾ അഭിലാഷ്, അതുപോലെ ജിഷിൻ, പ്രവീൺ ഒക്കെ വരുന്ന പ്രൊമോയും വന്നിട്ടുണ്ട്. അപ്പൊ പറയാം എല്ലാ കാര്യങ്ങളും. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മിഡ് വീക്ക് എവിക്ഷന്റെ കാര്യം പറഞ്ഞിട്ട് ലൈവിലോട്ട് പോവാം. നമുക്കറിയാം ഇപ്പൊ വീട്ടിലെ 7 പേരുണ്ട്. ഈ 7 പേരില് അനുമോള്, അനീഷ്, നെവിൻ, അക്ബർ, ഷാനവാസ്, ആദില, നൂറ, ഇവർ 7 പേരില് 2 പേര് ഔട്ട് ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഏഷ്യാനെറ്റിന്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും 2 പേരെ പുറത്താക്കും. 2 പേരെ പുറത്താക്കാതെ ഒരു വഴിയുമില്ല. അതെന്തായാലും അനുമോളും അനീഷും ഷാനവാസും നൂറയും ആയിരിക്കത്തില്ല. ഇവർ 4 പേരും സേഫാണ്. ഉറപ്പായിട്ട് ഇവർ 4 പേരും സേഫ് ആവും. കാരണം ഇവർ അത്യാവശ്യം ആ വീട്ടില് എനിക്ക് തോന്നുന്നു വോട്ട് കിട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്. കണ്ടന്റിന്റെ കാര്യത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, എനിക്ക് വേറെ വിഷയമാവും. ഇവർ 4 പേർക്കും അത്യാവശ്യം വോട്ടുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഡേഞ്ചറിൽ നെവിനുണ്ട്, അക്ബറുണ്ട്, ആദിലയുണ്ട്. ഇവർ 3 പേരിൽ 2 പേര് ഉറപ്പായിട്ട് ഔട്ട് ആവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്ത കാര്യമാണ്. കാരണം അതിനകത്ത് അക്ബർ ഔട്ടാവും. ഞാനിപ്പോൾ എന്താ പറയണ്ടേ, ആദില എന്തായാലും ഔട്ട് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആദില ടോപ്പ് 7 കണ്ടസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിസർവിങ് തന്നെയാണ് ടോപ്പ് 7 ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഇനി നെവിനാണോ അക്ബറാണോ ടോപ്പ് 5 വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിന് ഉത്തരവില്ല മക്കളെ. കാരണം അക്ബർ വരാനായിട്ട് യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് 100%. കാരണം ഈ സീസണിലെ ഇപ്പം ഒരു കഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രൊട്ടാഗണിസ്റ്റും ഒരു ആന്റഗോണിസ്റ്റും ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ബിഗ് ബോസ് സീസൺ 7 ആന്റഗോണിസ്റ്റ് ആണ് അക്ബർ. ആ അക്ബറിന് ടോപ്പ് 5 പൊസിഷൻ ഡിസർവിങ് ആണ്. ടോപ്പ് 5 കയറാൻ ഭയങ്കര ഡിസർവിങ് ആണ് അക്ബർ. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ 7 ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് പാട്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇരിക്കുന്ന നെവിന്റെ കയ്യിലാണ്. നെവിൻ ആ 5th പൊസിഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസർവിങ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അക്ബർ വന്നാലും നെവിൻ വന്നാലും രണ്ടും ഡിസർവിങ് ആണ്. പക്ഷേ അക്ബറിലോ നെവിനിലോ ഒരാൾ വെളിയിൽ പോകും, എന്തായാലും ഉറപ്പായിട്ട് വെളിയിൽ പോകും. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമായി അത് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി 4 പേരോടെ ഉണ്ടല്ലോ, അനുമോൾ എന്ത് ചെയ്തു, ഷാനവാസ് എന്ത് ചെയ്തു, നൂറ എന്ത് ചെയ്തു, അനീഷ് എന്ത് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. മീൻസ് ഇപ്പൊ അനീഷിനായാലും അനീഷിൻ്റെതായിട്ടുള്ള കുറച്ച് കണ്ടന്റും ഗെയിമും സ്ട്രാറ്റജിയൊക്കെ അനീഷിന് സെപ്പറേറ്റ് ഉണ്ട്. അനുമോൾക്കുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. നൂറയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ നൂറ ഓൾറെഡി ചെയ്ത്, ഒരുപാട് സംഭവങ്ങൾ നൂറ ചെയ്തു വെച്ചിട്ടില്ല. നൂറയും ഷാനവാസും ചെയ്തു വെച്ചിട്ടുള്ള ഒരു 50% സാധനങ്ങൾ അവർക്ക് നല്ല ലെവലിൽ അത് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. സോ നൂറയും ഷാനവാസൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കി ഡൗട്ട് അക്ബറിന്റെയും നെവിന്റെയും കാര്യത്തിൽ തന്നെയാണ്. എനിക്കൊന്നും അറിയാൻ വയ്യ എന്താവുമെന്നത്. എന്തായാലും ടോപ്പ് 5 അക്ബറോ നെവിനോ പോവും. പക്ഷെ 2 പേരും അതിനകത്ത് വരാനുള്ള ആൾക്കാരാണ്. ഒരു ടോപ്പ് 6 ആണ് ഇത്തവണ എങ്കിൽ ഭയങ്കര ഡിസർവിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ടോപ്പ് 7 ഓക്കെ. ആദില ഔട്ടാവുന്നതോടുകൂടി ആദിലയുടെ കുറെ വോട്ടുകൾ നൂറയ്ക്ക് മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അവസാനം വരെ നിർത്തിയിട്ട് 97ാമത്തെ ദിവസമാണ് വന്ന് കൊണ്ടുപോകുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ മറിയൂല. അതൊരു കളി തന്നെയാണ്. അങ്ങനെ നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതാണ് മിഡ് വീക്ക് എവിക്ഷന്റെ കേസ് എനിക്ക് പറയാനുള്ളത്. ഇനി ലൈവിനകത്ത് രാവിലെ എല്ലാവരും എഴുന്നേക്കുന്നുണ്ട്. മോർണിംഗ് സോങ് അടി രഞ്ജിതമേ രഞ്ജിതമേ, ഇതാണ് പാട്ട്. ഞാൻ പറഞ്ഞില്ലേ തമിഴാണിപ്പം. തമിഴെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് തമിഴ് സോങ് ആണ്. തമിഴ് എനിക്ക് തോന്നുന്നു പാട്ടിടുന്ന ടീം വല്ലതും മാറിയിട്ട് തമിഴ്നാട്ടിൽ ആരെങ്കിലും ആയിക്കാണോ, തമിഴ്നാട്ടിൽ വെച്ചാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ വലിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. മോർണിംഗ് ആക്ടിവിറ്റി
ക്യാമറയിൽ എന്താ പറയുക പെട്ടുപോയ അല്ലേ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ ഒരു ഇൻസിഡന്റ് ഏതാണ്? ക്യാമറയിൽ പെട്ടുപോയിട്ട് അയ്യോ ഇത് ക്യാമറ വന്നല്ലോ, ക്യാമറ കുടുങ്ങിപ്പോയല്ലോ എൻ്റെ ഈ സീൻ എന്ന് തോന്നിയ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അത് എല്ലാവരുടെ പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവർക്കുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയാണ്. മീൻസ് ഇപ്പം ശാരിക പറയുന്നുണ്ട് ഞാൻ രേണുവിനെ എരികേറ്റി വിട്ടത് എനിക്ക് അങ്ങനെ വിടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി, ക്യാമറയിൽ കുടുങ്ങിയല്ലോ എനിക്ക് പണി കിട്ടിയല്ലോ എന്ന് തോന്നിപ്പോയി. അനു പറയണം ഞാനത് രേണു ചേച്ചിയുടെ പേനിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. വളരെ ഫണ്ണായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനുശേഷം അവിടെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഷാരിക ഇന്നലെ വന്നത് മുതൽ ആദിലേക്ക് ഇട്ട് കുത്തുന്നുണ്ട്, നിന്നെ പോലെ വേസ്റ്റ് പേഴ്സണാലിറ്റി എനിക്ക് വേണ്ടടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കഴിക്കാനിരിക്കുമ്പോൾ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി പ്രൊമോ വന്നിട്ടുണ്ട്. ആരൊക്കെ വരുന്നത്? അഭിലാഷ്, പ്രവീണ്, പിന്നെ ജിഷിൻ, ഇവർ 3 പേര് വരുന്നത്. എനിക്ക് തോന്നുന്നു മസ്താനിയും കൂടെ വരുമായിരിക്കും. കാരണം മസ്താനി എയർപോർട്ടിൽ നിന്ന് ഇന്നലെ കയറിയതാണ്, ഫ്ലൈറ്റ് മിസ്സായിട്ട് കയറിയതാണ്. അപ്പോൾ മസ്താനിയും ഇന്നലെ തന്നെ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കാണാം. ഇനിയിപ്പോൾ ഇന്ന് പോയിരിക്കുന്ന എയർപോർട്ട് എനിക്ക് തോന്നുന്നു മീഡിയ ചാനലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് എയർപോർട്ടിൽ നിന്ന് പോകുന്നത്, എപ്പോഴാണ് എത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെ ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച നവംബർ 9-ാം തീയതി രാത്രി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഗ്രാൻഡ് ഫിനാലെ. അതിൻ്റെ പ്രൊമോസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി 5 ദിവസം മാത്രമേ നമ്മുടെ ഷോ തീരാനായിട്ട് ബാക്കി ഉള്ളൂ. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ പോൾ ഇട്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു പോളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എപ്പോഴും ഇടുമ്പോൾ ആർക്ക് വോട്ട് അങ്ങനെയല്ല. ഇപ്പം ഞാൻ വിന്നർ ആവാൻ ഒരു വോട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഒരു 10-12 മണിക്കൂറായി 50,000 വോട്ടുള്ള സംതിങ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൽ പോൾ ചെയ്യുക. ഇത് 24 hours കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് റണ്ണറപ്പ് ആവാൻ ആർക്ക് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടാം. നമുക്ക് 5 ദിവസം ഉണ്ടല്ലോ. അപ്പം ഞാനത് അതിനനുസരിച്ചിടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഒപ്പീനിയൻ എവിടെയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശ ഐഡിയ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സർവേ നമുക്ക് കിട്ടും. അപ്പം ഇപ്പം ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ട്, അത് പോയി നിങ്ങൾ എല്ലാവരും പോൾ ചെയ്യുക. അടുത്ത് രണ്ടാമത്തത് ഒരു രാത്രി ആകുമ്പോഴത്തേക്കും വരും. അപ്പം മറന്നു പോവല്ലേ, പോൾ ചെയ്യണം, ചെയ്യാതിരിക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ, അടുത്ത വിശേഷമായിട്ട് വരുന്നവർ ഏവർക്കും ബൈ.